എത്ര കിട്ടിയാലും കോൺഗ്രസ് എന്ന പാർട്ടി പഠിക്കില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ബീഹാർ. ഏതാനും മാസങ്ങൾക്കകം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ ഇന്ത്യ സഖ്യത്തെ പരാജയപ്പെടുത്താനുള്ള പരിപാടികൾ ബീഹാറിലെ കോൺഗ്രസ് ഇപ്പോഴേ ആരംഭിച്ചു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ബീഹാറിൽ അവസാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2020 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ പരാജയപ്പെടുത്തിയ അതേ കോൺഗ്രസിന്റെ നീക്കം ഇത്തവണയും അവർ ആവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. അന്ന് 2020 70 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. മുഖ്യപ്രതിപക്ഷമായ ലാലു പ്രസാദിന്റെ RJD കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിച്ച പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ 70 സീറ്റ് വാശി പിടിച്ച് സ്വന്തമാക്കിയിട്ട് കോൺഗ്രസ് ജയിച്ചതാകട്ടെ വെറും 19 സീറ്റിൽ. അതായത് കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയുടെ ആകെ വിജയ ശതമാനം വെറും 27%. അതേസമയം ഇടതു പാർട്ടികളായ CPM, CPI, CPIM, ലിബറേഷൻ എന്നിവ വെറും 29 സീറ്റിൽ മത്സരിച്ച 16 സീറ്റ് അന്ന് സ്വന്തമാക്കി. അതായത് ഇടതു പാർട്ടികൾക്ക് ബീഹാറിൽ കോൺഗ്രസിന്റെ ഇരട്ടിയിലധികം വിജയ ശതമാനം ഉണ്ടെന്ന് അർത്ഥം. ഈ വസ്തുതകൾ പകൽ വെളിച്ചത്തെ പോലെ മുന്നിലുണ്ടായിട്ടും കോൺഗ്രസ് പാർട്ടി ഇത്തവണയും പതിവ് പോലെ കൂടുതൽ സീറ്റുകൾ ചോദിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. കൂടുതൽ പാർട്ടികൾ പ്രതിപക്ഷ ഇന്ത്യ സഖ്യവുമായി സഹകരിക്കുവാൻ തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഈ പതിവ് പിടിവാശി തകർത്തെറിയുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ വിജയസാധ്യതയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതാണ് ആദ്യം പറഞ്ഞത്, എത്ര കിട്ടിയാലും കോൺഗ്രസ് എന്ന പാർട്ടി പഠിക്കില്ല എന്ന്.